ഇപ്പൊ അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർക്ക് അത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളൂ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ പറയുന്നത് മുകേഷ്. ഇത് ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വേറെ കമ്മിറ്റിയിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, മിനുവിനെ ഈ കമ്മിറ്റി മെമ്പേഴ്സ് ആർക്കും അറിയില്ല. അപ്പോൾ ഞാൻ ആരൊക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സ്? അപ്പോൾ പറഞ്ഞു ഇടവേള ബാബു, ഇവർക്കാണ് കമ്മിറ്റി മെമ്പേഴ്സ്, ജയസൂര്യ, മണിയമ്പിള്ള രാജു, മുകേഷ് ഏട്ടൻ. അപ്പോൾ പിന്നെ ഇവർ ഓൾറെഡി എന്നെ അറിയുന്നു പറയത്തില്ല. ഹലോ ആൻഡ് ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു, സുരക്ഷിതരായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ജയസൂര്യ ഇതുവരെ സംശയത്തിന്റെ ആനുകൂല്യം കിട്ടി കളത്തിന് പുറത്തിടുന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം കളത്തിലേക്ക് നേരിട്ട് വീഴുന്ന ആളായി മാറിയിരിക്കുകയാണ് ജയസൂര്യ. സോണിയ മൽഹാർ എന്ന സിനി ആർട്ടിസ്റ്റ് ഒരു യുവനടൻ അല്ലെങ്കിൽ സംഭവം നടന്ന വർഷം ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ പറഞ്ഞപ്പോൾ ആ സാഹചര്യത്തിലെ സംശയങ്ങളൊക്കെ വെച്ചിട്ടാണ് അത് ജയസൂര്യ ആയിരിക്കുമോ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിച്ചത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഡിസ്കഷൻസ് പോയത്. സോണിയ മൽഹാർ ഒരിക്കലും ജയസൂര്യയുടെ പേര് നേരിട്ട് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മിനു കുര്യൻ എന്ന സിനിമാ നടി അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ജയസൂര്യയുടെ പേര് നേരിട്ട് പരാമർശിച്ചിരിക്കുകയാണ്. 6-7 ആളുകളുടെ പേര് പറയുന്നതിൽ 4ാമത്തെ പേര് ജയസൂര്യയുടേതാണ്. ഇതുവരെയും കളത്തിന് പുറത്തു നിന്ന ആളാണ്, സംശയത്തിന്റെ ആനുകൂല്യമൊക്കെ നേടി അങ്ങനെ നേരിട്ടൊരു ആരോപണം നേരിടാതിരുന്ന ആളാണ്. ഇപ്പോൾ കൃത്യമായിട്ട് മിനു കുര്യൻ ആ സംഭവം പറയുന്നുണ്ട്. ഇത് 2013 അതായത് സോണിയ മൽഹാർ പറഞ്ഞ സംഭവം നടക്കുന്ന അതേ വർഷം തന്നെയാണ് മിനു കുര്യനും ജയസൂര്യയുടെ ഭാഗത്തുനിന്ന് ഈ അനുഭവം ഉണ്ടായിരിക്കുന്നത്. അവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അദ്ദേഹമാണ് ആദ്യമേ നടത്തിയത്. ആദ്യത്തെ വില്ലൻ പുള്ളിക്കാരനാണ്. ഇതേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ. അതൊരിക്കലും അത് ശരിയായില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് പിടിവിട്ടിട്ട് ഓടിപ്പോരാ താഴെ വന്നു. അപ്പം എന്തടേ ഇത് ജയസൂര്യയുടെ സ്ഥിരം പരിപാടിയാ. ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്താണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടായതെന്നാണ് സോണിയ മൽഹാർ പറഞ്ഞത്. ഈ വിഷയത്തിൽ മിനു കുര്യനും പറയുന്നു, ടോയ്ലറ്റിലേക്ക് പോയി വരുന്ന സമയത്താണ് അവർക്കെതിരെ ഫിസിക്കലായ ഒരു അഡ്വാൻസ്മെന്റ് ഉണ്ടായതെന്ന് പറയുന്നത്. ജയസൂര്യക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോയ ടോയ്ലറ്റിനെ കാവൽ നിൽക്കലാണോ പരിപാടി എന്ന് മാത്രമല്ല, അവരോട് കിടക്ക പങ്കിടാനും കൂടി ജയസൂര്യ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, മിനു ഞാനൊരു കാര്യം ചോദിക്കും, എസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ചെന്തേ പറഞ്ഞു, അതെ എനിക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് മിനുവിന് ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യം നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം. ഞാൻ പറഞ്ഞു നോ, അത്ര പറഞ്ഞു. അതിനുശേഷം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് തന്നെയാണ് സോണിയ മൽഹാറും പറഞ്ഞത്, വേറെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു വിഷയമുള്ളത് ഇവർ നിയമപരമായിട്ട് മുന്നോട്ട് പോകും എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ രഞ്ജിത്തിന്റെ വിഷയത്തിൽ പോലീസ് പറഞ്ഞിരുന്നു, ഞങ്ങൾ ബംഗാളി നടിയോട് ചോദിച്ച് അവർക്ക് പരാതിയുണ്ടെങ്കിൽ മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ മിനു കുര്യൻ പറയുന്നത് നിയമപരമായിട്ട് മുന്നോട്ട് പോകും. അത് അവരുടെ പോസ്റ്റ് അവസാനിക്കുന്ന ഭാഗത്തും അവരത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഐ ആം നോ സീക്കിംഗ് ജസ്റ്റിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ഫോർ ദ ട്രോമ ആൻഡ് സഫറിംഗ് ഐ എൻഡ്യൂർഡ്. ഐ റിക്വസ്റ്റ് യുവർ അസിസ്റ്റൻസ് ഇൻ ടേക്കിംഗ് ആക്ഷൻ അഗെയിൻസ്റ്റ് ഫോർ ദെയർ ഹീനിയസ് ആക്ഷൻ. നിയമപരമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയും ഹേമ പുരസ്കാരം, ഇതൊരു വേറൊരു ചാനലിൽ കേട്ടൊരു വാക്കാണ്, ഹേമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു, ഓരോരുത്തർക്കായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. മികച്ച സംവിധായകൻ, മികച്ച നടനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോഴിതാ മികച്ച യുവനടനുള്ള പുരസ്കാര പട്ടികയിലേക്ക് ജയസൂര്യയുടെ പേര് വന്നിരിക്കുകയാണ്. അതുകൂടാതെ മുകേഷിൻ്റെ പേര് നമ്പർ 1 കിടക്കുന്നുണ്ട്. മുകേഷിന് 2018 മീടു മൂവ്മെന്റിന്റെ ഭാഗമായിട്ടൊരു ആരോപണം വന്നിരുന്നു. ആ സമയത്ത് അദ്ദേഹം നിഷേധിച്ചു. അത് മാത്രമല്ല, ഈയിടക്കും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ അത് അദ്ദേഹം നിഷേധിക്കുകയുണ്ടായി. അന്ന് 6 കൊല്ലം മുമ്പ് ഇതിങ്ങനെ വന്നപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥി നിർണയം വരെ അടി നടന്നു പ്രതിപക്ഷത്ത്. എമ്മിൻ്റെ MLA ആകുമ്പോഴത്തേക്ക് കയറി ഇറങ്ങി അങ്ങോട്ട് എന്തെങ്കിലും പറയാമല്ലോ എന്നുള്ളതാണ്. എനിക്ക് വേറൊന്നും പറയാനില്ല, എനിക്കിപ്പോഴും ഓർമ്മയില്ല. ആരോപണം ഉന്നയിച്ച ലേഡിയെ അറിയില്ലെന്നാണോ? കണ്ടിട്ടില്ലെന്ന് ഞാൻ, ഇതിപ്പോഴല്ലെന്ന്. 6 കൊല്ലം മുമ്പ് 2018 പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. ഫോൺ വിളിച്ചു രാത്രിയിൽ പല പ്രാവശ്യം, ഒരു പ്രാവശ്യം പോലും ഞാൻ എടുത്തില്ല. എടുക്കാതെ ഞാനാണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? അന്നെന്താ അവർ പറഞ്ഞത്? ഇതേ കണക്കുള്ള ഞാൻ എൻ്റെ ഒരു ഫേസ്ബുക്കിനകത്ത് എൻ്റെ ഒരു ഓർമ്മ എഴുതി. അതല്ലാതെ ഇതിനകത്ത് പൊളിറ്റിസൈസ് ചെയ്യാനോ മറ്റൊന്നൊന്നും എനിക്ക് ഉദ്ദേശമില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ
പല ആൾക്കാരും കാശ് കൊടുക്കാൻ വരെ തീരുമാനിച്ചു എന്നൊക്കെയാണ് അന്ന് ഞാൻ കേട്ടത്. എനിക്ക് അതിനകത്ത് വേറെ യാതൊന്നും പറയാൻ 26 കൊല്ലം മുമ്പ് നടന്ന ഒരു കാര്യം ഇപ്പോൾ വീണ്ടും എടുത്തുകൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ ബാലിശമായി വളരെ വളരെ മോശം. ബാലിഷ്യമാണ്, വളരെ വളരെ ബാലിഷ്യമാണ്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ കാര്യം അത്ര ബാലിശമല്ല കേട്ടോ. 24 കൊല്ലം മുമ്പ് നടന്നതിനെക്കുറിച്ച് അദ്ദേഹം ബാലിശമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല, ഞാൻ CPM-ന്റെ ഭാഗമായതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കളിയായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ മിനുകുര്യൻ്റെ കാര്യത്തിൽ ഇത് 2013 നടന്നതാണ്, വെറും 11 വർഷങ്ങൾക്ക് മുമ്പ്. മുകേഷ് എന്ത് പറയുന്ന നോക്കാം. അതിനു മുമ്പ് മിനുകുര്യൻ പറയുന്നത് നമുക്ക് കേൾക്കാം. ഇപ്പം അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർക്ക് അത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളൂ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് മുകേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നീ ആർക്കും കൊടുക്കണ്ടേ, മെഴുകുതിരിയുടെ ഉരുക്കോ വാസ്കില്ലേ, വാസ്ക് വെച്ച് അടച്ചു വെച്ചോ, നീ ആർക്കും കൊടുക്കണ്ട എന്നങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇത് വെർബൽ അബ്യൂസ് ആണ് ചെയ്തിരിക്കുന്നത്. ഫിസിക്കൽ അബ്യൂസ് ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വെർബൽ അബ്യൂസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അതും സെക്ഷൽ അഡ്വാൻസിന്റെ ഭാഗമാണ്. മെഴുകു വെച്ച് അടച്ചു വെച്ചോടി എന്നൊക്കെ പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. എന്താണ് കാര്യം എന്നുള്ളത് അമ്മയുടെ മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവർ പറയുന്നത് 3 സിനിമകൾ അഭിനയിച്ചാലാണ് അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ജയൻ ചേർത്തലയും പറയുന്നത് കേട്ടോ, അവരുടെ ഫിൽമോഗ്രഫിയൊക്കെ നോക്കിയിട്ടാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഇവർ ഏകദേശം 6 പടത്തിൽ അഭിനയിച്ച് കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് അമ്മയിൽ മെമ്പർഷിപ്പിന് വേണ്ടി ഇവർ പോയത്, ഇന്നസെൻറ്റുമായിട്ട് സംസാരിച്ചതിന് ശേഷം. പക്ഷെ അവിടെ ചെന്നപ്പോൾ മുകേഷിനെ അവിടെ വെച്ച് വീണ്ടും കണ്ടു. അപ്പം ഞാനറിയാതെ ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കേണ്ടടി, ഞാനറിയാതെ ഒരു ഇലയും ഇവിടെ അനങ്ങില്ല എന്ന് ഇവരോട് പറഞ്ഞു. അതിനുശേഷം ഒരു കമ്മിറ്റി ഇവരെ കോണ്ടാക്ട് ചെയ്തു. ആ കമ്മിറ്റിയിൽപ്പെട്ടവരാണ് ഇടവേള ബാബു, മുകേഷ്, മണിയമ്പിള്ള രാജു. ഇതിൽ ഇതുവരെ കേൾക്കാതെ ഒരു പേരാണ് വന്നിരിക്കുന്നത്, മണിയമ്പിള്ള രാജുവിൻ്റെ. ഇടവേള ബാബുവിൻ്റെ കാര്യം നേരത്തെ ഒരു നടി പറഞ്ഞിരുന്നു, പൈസയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, ഏകദേശം 1-2 ലക്ഷം രൂപയൊക്കെയാണ് ഫീസ് എന്നാണ് കേട്ടത്. മിനുകുര്യൻ പറയുന്നത് ഇതൊരു കമ്മിറ്റിയാണ് ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നത്. ആ കമ്മിറ്റിയിൽപ്പെട്ടയാളാണ് മണിയമ്പിള്ള രാജു. മണിയമ്പിള്ള രാജുവിൻ്റെ പേര് ഇതുവരെ പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ആരും പറഞ്ഞു കേട്ടിരുന്നില്ല. അപ്പോൾ ഹേമ പുരസ്കാരത്തിൻ്റെ പട്ടിക നീളുകയാണ്. ഇനി എത്ര അവാർഡും ഫലകങ്ങളും മേടിച്ചു വെക്കേണ്ടി വരുമെന്നറിയാൻ പാടില്ല. എന്തൊക്കെയായാലും ജയസൂര്യയുടെ കാര്യത്തിലും മുകേഷിൻ്റെ കാര്യത്തിലും വ്യക്തമായ അക്കൗണ്ട് ഇവർ പറഞ്ഞ സ്ഥിതിക്ക് കുറെ കൂടി ഗ്രേവിറ്റിയുള്ള വിഷയമാണ്. ജയസൂര്യയും മുകേഷും ഒന്നും കൂടെ വെള്ളം കുടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനിടയിൽ ഒരു നടിയെ, ഒരു പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് 2.5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു സിനിമയിലെ ചാൻസ് കൊടുക്കുന്നതിന് വേണ്ടി. അന്ന് കോൾ വിളിച്ചത് രാത്രി 10 മണിക്കാണ് കേട്ടോ. റിപ്പോർട്ടർ TV ആ വാർത്ത പെൺകുട്ടിയുടെ അക്കൗണ്ട് അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ പെൺകുട്ടി രാവിലെ വിളിക്കാൻ പറയുന്നത്, രാവിലെ വിളിച്ചിട്ട് ഇവർക്ക് ഓഫർ ചെയ്യുന്നത് നിവിൻ പോളിയും ടൊവിനോയും അപർണ ബാലമുരളിയും ഭാഗമായൊരു പ്രൊജക്റ്റിലേക്കാണ്. അങ്ങനെ ഒരു സിനിമ എൻ്റെ ഓർമ്മയിലില്ല, എനിക്കറിയില്ല കേട്ടോ. ഇനി എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. ആ ഒരു സിനിമയിലേക്കാണ് ഇവരെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപർണ മുരളിയുടെ അടുത്ത സുഹൃത്തിൻ്റെ റോളാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും ക്യാരക്ടർ റോൾ ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് ഈ പെൺകുട്ടി സമ്മതിച്ചു. 2.5 ലക്ഷം രൂപയാണ് വാഗ്ദാനം ചെയ്തത്. അതിന് പിന്നാലെ പുള്ളി നൈസായിട്ടൊരു കാര്യം പറഞ്ഞു, പിന്നെ നീ അഡ്ജസ്റ്റ് ചെയ്യണം, 2.5 ലക്ഷം രൂപ മുടക്കുന്നതല്ലേ, അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ഈ പെൺകുട്ടിയോട് പറഞ്ഞെന്ന് പറയുന്നു. ഷൈജു എന്നാണ് ആ പ്രൊഡ്യൂസറിൻ്റെ പേര്. പൂർണ്ണമായ പേര് അതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ആരാണെന്ന് എനിക്ക് വ്യക്തമല്ല. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. പണം കൊടുക്കാമെന്ന് പറഞ്ഞു, അവസരം കൊടുക്കാമെന്ന് പറഞ്ഞു, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടിവരയിട്ട് പറഞ്ഞിട്ടുള്ള 2 വാക്കുകളാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് കോംപ്രമൈസ്. അതേപോലെ ഒരു കാര്യം ഞാൻ മിനുകുര്യൻ്റെ കാര്യത്തിൽ പറയാൻ വിട്ടുപോയി. മിനുകുര്യൻ ഈ കാര്യം, ഈ ആരോപണം ഇപ്പോൾ പറയുമ്പോൾ അത് പെട്ടെന്ന് പൊങ്ങി വന്നൊരു ആരോപണമല്ല. ഇതിനു മുന്നേ ഈ കാര്യം ഇവരെ ഈ സംഭവം നടന്ന സമയത്ത് പറഞ്ഞിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കേരള കൗമുദി ഇവരുടെ ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. ആ ലേഖനം കേരള കൗമുദിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു എന്നാണ് അവർ പറയുന്നത്. അത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും പറയുന്നുണ്ട്. ഐ ഹാഡ് സ്പോക്കൺ ഔട്ട് അഗെയിൻസ്റ്റ് ദ അബ്യൂസ് ഇൻ ദി ആർട്ടിക്കിൾ പബ്ലിഷ് ഇൻ കേരള കൗമുദി ടൈറ്റിൽഡ് മിനു ലെഫ്റ്റ് മലയാളം ഇൻഡസ്ട്രി ഫോർ അനേബിൾ ടു കോപ്പറേറ്റ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇങ്ങനൊരു സംഭവം കേരള കൗമുദിയിൽ അന്ന് ലേഖനമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആരോപണത്തിന് ശക്തമായ ഒരു അടിത്തറയുണ്ട്. ആ ലേഖനത്തിൻ്റെ കോപ്പി എന്തായാലും കേരള കൗമുദിയുടെ ലൈബ്രറിയിൽ കാണേണ്ടതാണ്. ഓരോ ദിവസം കൂടുന്തോറും ഹേമ പുരസ്കാരങ്ങളുടെ പട്ടിക നീണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത്? അത് അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയത്തിലെ പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.